ഹലോ മച്ചന്മാരെ, അപ്പം മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നിപ്പം നിങ്ങൾ നോക്കുമ്പോൾ ഈ നടത്തം എങ്ങോട്ടാണ് നടക്കുന്നതെന്ന് തോന്നും. വീഡിയോ തുടങ്ങിയപ്പോൾ മുതൽ നടത്തമാണ്. അപ്പം ഞങ്ങൾ പോകുന്നത് ബ്രേ ഹെഡിലേക്കാണ്. ബ്രേ ഹെഡ് എന്ന് പറഞ്ഞ കൗണ്ടി വിക്ലോയിലുള്ള അയർലാൻഡിലെ തന്നെ ഒരു കൗണ്ടിയിലുള്ള സ്ഥലത്തേക്കാണ് ബ്രേ ഹെഡ് എന്ന് പറയും. അങ്ങോട്ടാണ് ഞങ്ങളുടെ ഇന്നത്തെ യാത്ര. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വഴിയിലൂടെയാണ് നമ്മൾ ശരിക്കും ഇന്ന് ബ്രേ ഹെഡിലോട്ടുള്ള യാത്ര. ബ്രേ ഹെഡിന് കുറേ പ്രത്യേകതകളുണ്ട്. ഒന്ന് മെയിനായിട്ട് ഏറ്റവും മുകളിൽ ഒരു കുരിശുണ്ട്. ഉണ്ട്. അപ്പം കുരിശുണ്ട്. ആ കുരിശിലേക്കുള്ള ഒരു യാത്രയാണ് ശരിക്കും ഈ ബ്രേ ഹെഡിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ബ്രേ ഹെഡ് വരുന്നത് ശരിക്കും നമ്മുടെ കൗണ്ടി വിക്ലോയിലാണ്. കൗണ്ടി വിക്ലോയിൽ 2 ടൗണുകളുടെ ഇടയിലായിട്ടാണ് ഈ ബ്രേ ഹെഡ് വരുന്നത്. ബ്രേം എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെയും അതുപോലെ തന്നെ ഗ്രേ സ്റ്റോൺസ് എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെയും ഇടയിലാണ് നമ്മുടെ ഈ ബ്രേ ഹെഡ് വരുന്നത്. ബ്രേ ഹെഡ് എന്ന് പറയുന്ന ഒരു മൗണ്ടൻ പാർട്ടാണ്. ശരിക്കും നമ്മുടെ വിക്ലോ മൗണ്ടൻസിൻ്റെ ചേർന്ന് വരുന്നതാണ് നമ്മുടെ ഈ ബ്രേ ഹെഡും. അതിലേക്കിലോട്ടുള്ള വഴി ഭയങ്കര രസമായിട്ടോ, നല്ല രസവും നല്ല ഭംഗിയിലാണ്. അപ്പം ഇത് ഞങ്ങൾ ഫ്രണ്ടാണ്, റെജി എന്നാണ്. പിന്നെ നിത്യയുണ്ട്, ജോക്കോട്ടനുണ്ട്. ഞങ്ങളെല്ലാവരും വരിയായിട്ട് നടക്കുന്നതാണ്. പക്ഷെ ഇവിടെ ഭയങ്കര ഷോർട്ട് വേർഡ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ റോഡ് വരുന്നത്, ഈ വഴിയും വരുന്നത്. ഞങ്ങളുടെ മാത്തപ്പനാണെങ്കിൽ ഞങ്ങളിങ്ങനെ മുകളിൽ കങ്കാരു ബാഗിൽ ഇട്ട് വെച്ചിരിക്കുകയാണ് മാത്തപ്പൻ നല്ല കംഫർട്ടബിളായിട്ടാണ് ഇരിക്കുന്നത്. ആശൻ ഇത്രയും നേരം കരങ്ങൊന്നുമില്ല. ഞങ്ങൾ ഏകദേശം ഒരു 100-150 അടിയോളം മുകളിലോട്ട് കയറി. സ്റ്റിൽ ഇത്ര നേരം പുള്ളി കരയൊന്നും ചെയ്തില്ല. പുള്ളി ഭയങ്കര ഉഷാറായിട്ടാണ്, ജോക്കൂട്ടനും ഉഷാറായിട്ടാണ് കണ്ടാൽ ഞങ്ങളെല്ലാവരും പോസ്റ്റ് ചെയ്ത്. എന്തായാലും സോ ഹാപ്പി ആസ് ഓഫ് നൗ. ഇതുണ്ട് മരത്തിൻ്റെ റൂട്ട്സ് എല്ലാം ഇങ്ങനെ കിടക്കുന്നത്. ശരിക്കും മുകളിലോട്ട് കയറും തോറും പലയിടത്തിലും വഴികൾ ചെറിയതാണ്. നല്ല കാടാണ്. നല്ല കാടിൻ്റെ ഇടയിലൂടെയാണ് നമ്മുടെ യാത്ര. ആകെ ഒരു പ്രതീക്ഷ അയർലാൻഡിൽ പാമ്പുകളില്ല എന്നുള്ള പ്രതീക്ഷയാണ്. ആകെ ഇവിടെ മനുഷ്യപ്പാമ്പുകൾ മാത്രമേ ഉള്ളൂ, വേറെ നോർമൽ പാമ്പുകളൊന്നുമില്ല. നമ്മുടെ മാത്ത ഇങ്ങനെ സുഖമായിട്ട് ഹാപ്പിയാണ്. മാത്തനെ ഞങ്ങൾക്ക് ഏറ്റവും പഠി കാരണം മാത്തൻ്റെ ആദ്യത്തെ യാത്രയാണ്. ആദ്യത്തെ ഒരു ഹിൽ ക്ലൈംബാണ്. Our hearts beat to the city streets. We began to feel the fire. We rise like tall buildings as the chemicals they take us higher. The night's young and it's just begun as she puts her hand in mine. We wanna chase the night, wanna dance to the light, pull the stars from the sky, just 2 hearts running wild. Never sleep, never stop, as we shout from the top. We're gonna be 2 hearts running wild. അങ്ങ് ദൂരെ കാണുന്നതാണ് കേട്ടോ ശരിക്കും നമ്മുടെ ബ്രേ ഹെഡ്. നമുക്കൊരു ക്രോസ് കാണാം. ആ ക്രോസിലോട്ടുള്ള യാത്രയാണ് ശരിക്കും നമ്മളിന്ന്. നമ്മൾ ശരിക്കും പോകുന്നത് ഗുഡ് ഫ്രൈഡേയുടെ ആഴ്ചയിലാണ് പോകുന്നത്. ശരിക്കും നാളെയാണ് ശരിക്കും ഗുഡ് ഫ്രൈഡേ വരിക. പക്ഷേ നമ്മളിപ്പോൾ വ്യാഴാഴ്ചയാണ് നമ്മൾ പോകുന്നത്. ഇവിടെ എല്ലാ ഗുഡ് ഫ്രൈഡേയും ഏകദേശം 1000-ഓളം മുകളിൽ ആൾക്കാർ ഈ മല കയറാറുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ കുരിശ് സ്ഥാപിച്ചിരിക്കുന്നത് ശരിക്കും 1950-ലാണ്. ഇടയ്ക്കിടയ്ക്ക് മാത്തപ്പനെ അങ്ങനെ നോക്കും, മാത്തപ്പനെ ഓക്കെ ആണോ എന്താണോ. അപ്പം വീഡിയോ എടുക്കുന്നതിന് മാത്തപ്പൻ കംഫർട്ടാണ്, മാത്തപ്പന് കുഴപ്പമൊന്നുമില്ല. പിന്നെ വരുന്നത് ഇതൊരു സിമെൻറ്റ് കൊണ്ടുണ്ടാക്കിയ ക്രോസ് ആട്ടോ, ഹോളി ക്രോസ് വരുന്നത്. അതുപോലെ തന്നെ ഇത് നമ്മുടെ ഞാൻ ആദ്യം പറഞ്ഞത് നമ്മുടെ ബ്രെയിലോട്ടാണ്. ഇങ്ങോട്ടുള്ള പല വഴികളുമുണ്ട്, ഒരുപാട് വഴികളുണ്ട്. നമുക്ക് ശരിക്കും 4-5 വഴികളുണ്ട്. നമുക്ക് ചിലയിടത്ത് കാർ പാർക്കിംഗ് ഉള്ള ഫെസിലിറ്റീസ് ഉള്ള ഏരിയ ഉണ്ട്. അതുകൂടാതെ നമുക്ക് ഇടയിൽ റോഡിലിട്ട് ഞങ്ങളൊരു അവിടെയുള്ളൊരു ചേച്ചിയോട് ചോദിക്കുകയാണ് ചെയ്തത് ഏറ്റവും ബെസ്റ്റ് വേ ഏതാണ്. അങ്ങനെ ആ ബെസ്റ്റ് വേ കയറിയാണ് ഞങ്ങൾ ശരിക്കും ഇതിലോട്ട് വന്നത്. അത്
അങ്ങ് ദൂരെ നമുക്ക് നമ്മുടെ ക്രോസ് കാണാം. സ്റ്റിൽ നമുക്ക് നല്ല ദൂരമുണ്ട്. ആക്ച്വലി നമുക്ക് ഇത്രയും അടുത്ത് തോന്നുമെങ്കിലും നമ്മൾ അത്യാവശ്യം നല്ല ദൂരെയാണ്. എന്തായാലും നമ്മൾ ഓൾമോസ്റ്റ് അടുത്തെത്താറായി. ഓൾമോസ്റ്റ് നമുക്ക് ഇനി എനിക്കൊന്നൊരു 200 മീറ്ററും കൂടെ, 200 അല്ല 250 മീറ്ററും കൂടെ ഇതങ്ങനെ കറങ്ങി കയറി വന്നാൽ നമുക്ക് ക്രോസിലോട്ട് എത്തും. കുറേ പേര് ഇറങ്ങി വരുന്നുണ്ട്. നമുക്കിവിടെ പലരും വരുന്നുണ്ട്. ഞങ്ങൾ ഈവൻ പ്രഗ്നൻറ്റ് ലേഡീസ് വരെ ഞങ്ങൾ കണ്ടു. ഇഷ്ടംപോലെ പ്രഗ്നൻറ്റ് ലേഡീസ് വരെ കയറി വരുന്നതും ഇറങ്ങുകയും ചെയ്യുന്നത് ഞങ്ങൾ കണ്ടായിരുന്നു. 1950 ഈ കുരിശുകൾ സ്ഥാപിച്ചത് കേട്ടോ. ഇനി എടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് വഴിയല്ല. നോക്ക് മാറ്, ജോക്കട്ടൻ പറയുക ഞാൻ മുമ്പിൽ പോട്ടെ നിൽക്കും മാറ്. നമ്മൾ ക്രോസിനോട് അടുക്കാറാകുമ്പോൾ തന്നെ നമുക്ക് റോഡുകൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. ഇതുകൊണ്ട് ഇതുപോലത്തെ റോക്കിൻ്റെ മുകളിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. ഒരു രക്ഷയില്ല. ചിലയിടത്ത് നമുക്ക് വെള്ളം ഒഴുകുന്നുണ്ട്. ഇവിടെ ഒരു പട്ടീനെ കൊണ്ട് ആൾക്കാർ വന്നാൽ അപ്പം എല്ലാവർക്കും ഒരു അത്ഭുതമായിരുന്നു. കാരണം നമ്മുടെ കയ്യിലാണ് ഇത്രയും ഒരു കുഞ്ഞി കൊച്ചുള്ളത്. അപ്പോൾ കുഞ്ഞി കൊച്ചിനെയും കൊണ്ട് മല കയറുന്നതും ആയിട്ട് ഭയങ്കര ക്രേസായിരുന്നു. എല്ലാവരും നമ്മളെ നോക്കും, നമ്മളോട് ഹായും ഇതൊക്കെ പറയാൻ എങ്ങനെ ഉണ്ടെന്നെല്ലാം ചോദിക്കുന്നു. കൊച്ചിനെ നമുക്ക് ചിരിക്കും കാര്യങ്ങളുണ്ടായിരുന്നു. അത്രയും ഹാർഡ് കോറായിട്ടുള്ളൊരു റോഡാട്ടോ. റോഡല്ല, ശരിക്കും വഴിയാണ്. വഴി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് വഴിയൊന്നുമില്ല. നമ്മൾ കല്ലിൻ്റെ മുകളിൽ കൂടെ ശരിക്കും നല്ലൊരു ട്രക്കിങ്ങാണ്. റിയൽ ഒരു ട്രക്കിംഗ് അനുഭവമായിരുന്നു ശരിക്കും ഞങ്ങൾക്കുണ്ടായത്. നല്ല വ്യൂ ആണ്. നമ്മൾ പോയത് പകലാണ്. ശരിക്കും രാത്രി വന്നാലും ഇതുപോലെ തന്നെ നല്ല വ്യൂ ആയിരിക്കും നമുക്ക് ചുറ്റിനും കാണാൻ പറ്റുന്നത്. നല്ല ഭംഗിയാണെന്നാണ്. ഇവിടെ ഫുൾ ലൈറ്റ് കണ്ടു. ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ നല്ല വ്യൂവും കാര്യങ്ങളാണ്. എസ്പെഷ്യലി നമ്മൾ ഇത്ര ഹൈറ്റിലും കൂടെ ആയതുകൊണ്ട് നമുക്ക് വിക്ലോ മൊത്തം കാണാം. ഇതിനടുത്ത് തന്നെയായിട്ട് റെയിൽവേ സ്റ്റേഷനിലെല്ലാം വരുന്നത്. നമുക്ക് ഈവൻ വണ്ടി ഫെസിലിറ്റീസ് ഇല്ലാത്ത ആൾക്കാരിന് അവർക്ക് ട്രെയിന് വരാം. ട്രെയിന് വന്നിട്ട് വേണമെങ്കിൽ ഇവിടെ ഇറങ്ങി ഇങ്ങോട്ട് വരാൻ പറ്റും. രാത്രി വരുവാണെങ്കിലും, രാത്രിയല്ല ഒരുവിധം ഒരു ഇരുട്ടാകുന്ന ടൈമിൽ നിങ്ങൾ കയറി വരുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ബട്ട് ഒരുപാട് രാത്രി കയറാൻ പോയി നിങ്ങൾക്ക് ഭയങ്കര ടഫായിരിക്കും. കാരണം റോഡ്സ് എല്ലാം ഭയങ്കര ഇതാണ്. ഈ റൂട്ട് കാണാം. കാരണം ഇത് കൂട്ട് കല്ലും മണ്ണും നിറയും. അതുപോലെ പലയിടത്തും വെള്ളം ഒഴുകുന്നുണ്ട്, ഉറവകളുണ്ട്. അപ്പം സൂക്ഷിച്ച് വേണം കയറാനായിട്ട്. ഭയങ്കരമായിട്ട് സ്ലിപ്പറിയും കാര്യങ്ങളെല്ലാം ഇവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം സേഫാണെന്ന് കണ്ട് കയറാൻ നിങ്ങൾക്ക് പറ്റുകയാണ്. ഈവൻ നൈറ്റ് ഇതാണ് നല്ല രസമാണ്. നൈറ്റിലെ ഫുൾ വ്യൂ കാണാം. നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളെല്ലാം ഇവിടെ കാണാൻ പറ്റും. അങ്ങനെ ഫൈനലി നമ്മൾ ഓൾമോസ്റ്റ് ടോപ്പിലെത്തി. ആദ്യം ജോക്കട്ട മുമ്പിൽ കയറിപ്പോവാണ്. ക്രോസ് കണ്ടതുള്ള ജോക്കട്ട ഫുൾ യോ ആയിട്ട് മുമ്പിൽ കയറി ഓടുകയാണ്. അങ്ങനെ ഇതാണ് നമ്മുടെ ഹോളി ക്രോസ്. ശരിക്കും മടുത്തു, നല്ലോണം മടുത്തു. കാരണം മുകളിൽ എത്തും എന്നുള്ളത് ഞങ്ങൾക്ക് ഒട്ടും പ്രതീക്ഷയില്ല. എസ്പെഷ്യലി കാരണം കൊച്ചിനോട് കയറുമ്പോൾ എല്ലാവരും പറയാതെ ഞങ്ങൾക്ക് ഭയങ്കര ടഫാണ് മുകളിലോട്ട് കയറാനെന്നുള്ളത്. ഞങ്ങൾക്ക് ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു. ബട്ട് ഞങ്ങളുടെ മാത്തൻ്റെ, അതായത് ഞങ്ങളുടെ ജൊഹാൻ്റെ ഫസ്റ്റ് ട്രക്കിങ് കൂടിയാണിത്. ഞങ്ങൾ സോ ഹാപ്പിയാണ്. കാരണം ഇതുണ്ട് പിന്നെ വ്യൂ നോക്കി. ഇവിടെ നിന്നുള്ള വ്യൂ ഇത് മസ്റ്റാണ്. കാരണം നിങ്ങൾ വെറുതെ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇവിടെ വരാം ഒരു ട്രക്കിംഗ് ആയിട്ട്. കുറച്ച് പേര് ഫ്രണ്ട്സും ഫാമിലിയിലായിട്ട് വരിക. നല്ല അടിപൊളി കേട്ടോ. നമുക്ക് മുകളിൽ വന്ന് ഇങ്ങനെ ഇരിക്കാം. ഫുൾ ചുറ്റിനും വെള്ളമാണ്. ഒരു സൈഡ് ഫുൾ വെള്ളമാണ്. ഇവിടെ ക്ലോസാണ്. നല്ല ഹെവി ആട്ടോ. ബ്രീത്ത് എടുക്കാൻ ഭയങ്കര പാടാണ്. കാരണം കയറി വന്നതിൻ്റെ ഒരു മടുപ്പും കാര്യങ്ങളെല്ലാം എല്ലാവർക്കും ഉണ്ട്. ഞങ്ങളെല്ലാം അവിടെ നിന്ന് എത്തിയല്ലോ. ഇവിടെയുണ്ട് ഞങ്ങളുടെ ഫ്രണ്ട് റെജിയും ഉണ്ട്. അപ്പം ഫൈനലി നമ്മൾ ക്രോസിന് മുമ്പിൽ ഹോളി ക്രോസ്. താഴ്ന്ന് കയറിയപ്പോഴാണ് ഓർത്തില്ല കേട്ടോ പ്രതീക്ഷിക്കുന്നത്. നമ്മൾ മുകളിൽ എത്തുന്നുള്ള ഒരു പ്രതീക്ഷയില്ലായിരുന്നു. ബട്ട് ഫൈനലി നമ്മൾ മുകളിലെത്തി. യെസ് ഹോളി ക്രോസ്. അപ്പോൾ ഗൈസ്, അങ്ങനെ നമ്മൾ ഇന്നത്തെ നമ്മുടെ ബ്രേവ് ദ ക്രോസിൽ നമ്മൾ എത്തി. അവിടെ നമ്മൾ മുകളിൽ കയറി തിരിച്ച് താഴെ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നവരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് ഓൺ ചെയ്ത് വെച്ചേക്ക്. അപ്പം ഇതുപോലെ അയർലൻഡിൽ നിന്നുള്ള കിടുക്കാച്ചി വീഡിയോസ് ഇനിയും വരുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ ദിസ് ഇസ് ജിമ്മി ജോയ് ആൻഡ് ടീം സൈനിങ് ഓഫ്. ഗുഡ് ബൈ.